നീ എല്ലാം കുളവാക്കി കളഞ്ഞു. നിനക്കെന്നെ എന്തായിരുന്നു ആ വാക്ക്? ഇൻസ്പിറേഷൻ എന്നല്ല നീ പറഞ്ഞത്. നീ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്, ശരിയാണ്. ആലോചിച്ച് നോക്കിയാൽ ഇന്നത്തെ ഈ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഈ വലിയ പരിപാടികളൊക്കെ തുടങ്ങിയത് അത് റേഡിയോയിൽ നിന്നാണല്ലോ. ഞാൻ നിന്നെ പുകഴ്ത്തുന്നത് കേട്ട് നിനക്ക് മടുക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ കുറച്ച് വർഷമായിട്ട് നല്ല കൂട്ടാണല്ലോ അല്ലേ? എല്ലാവർക്കും നമ്മളെ അറിയാം, അവർക്ക് എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ്. പിന്നെ ഓരോ ദിവസവും പുതിയ പുതിയ ഓവർലോഡുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നീ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതിന് മുമ്പ് നീ ഒരു പുതിയ ആളല്ലേ? അതിനു മുമ്പ് ഞാൻ പറയാം, ഞാൻ കുറച്ച് ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ കേൾക്കുന്നുണ്ട് കൂട്ടുകാരാ. ബാർക്കീപ്പർ, ഒരു വിസ്കി കൂടി. അപ്പൊ ലാസ്റ്റർ, ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാ, നിന്റെ ഈ അപാരമായ ശക്തിയും പിന്നെ എന്റെ ഈ സ്വാധീനവും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തടയാൻ ആർക്കും കഴിയില്ല. റേഡിയോയും വീഡിയോയും ചേർന്ന് നമ്മൾ ഈ ലോകം ഭരിക്കും. നമ്മൾ രണ്ടുപേരും പാർട്ട്നേഴ്സായിട്ട്. ഓ, എന്നാലും അന്ന് കാണണല്ലോ. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഓ, നീ ഇടക്കൊക്കെ പാവാണെന്ന് തോന്നുന്നു. പക്ഷെ നീ ഇത്രയ്ക്ക് അങ്ങ് വീക്കാണെന്ന് ഞാൻ കരുതിയില്ല. ഓ, നിന്റെ ടീമിൽ ചേരാൻ നിനക്ക് എന്റെ സഹായം വേണം അല്ലേ? നീ എന്റെ ഒപ്പം എത്തിയെന്ന് ഞാൻ കരുതി. പക്ഷെ സഹായം ചോദിക്കുകയോ? നീ ഒരു പാർട്ട്ണർഷിപ്പോ? എനിക്ക് നിന്നിൽ നിന്ന് വലിയ നിരാശ തോന്നുന്നു. ഞാൻ കരുതി നമ്മൾ സുഹൃത്തുക്കളായതുകൊണ്ട്. സുഹൃത്തുക്കളോ? നരകത്തിൽ അങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ല. നിനക്കത് അറിയാമെന്നാണല്ലോ ഞാൻ കരുതിയത്. കഷ്ടം തന്നെ.